സുഹൃത്തുക്കളെ നമസ്കാരം. ആറാട്ടണ്ണൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്ളോഗറിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്താ റീസൺ എന്ന് വെച്ചാൽ ചലച്ചിത്ര രംഗത്തുള്ള സ്ത്രീകൾക്കെതിരായിട്ടുള്ള മോശമായ പരാമർശം നടത്തുന്നു എന്നുള്ള പേരിലാണ് ആളിനെ അറസ്റ്റ് ചെയ്തത്. നമുക്കറിയാം പോലീസുകാരുടെ ചില സമീപനങ്ങൾ, അതായത് ചിലയിടങ്ങളിൽ വളരെ സൗമ്യമായ രീതിയിലും അല്ലെങ്കിൽ വളരെ പതിയെയും, എന്നാൽ ചിലയിടങ്ങളിൽ അതിവേഗത്തിലും ആക്ഷൻസ് എടുക്കും നമ്മുടെ പോലീസുകാർ. സന്തോഷ് വർക്കിയുടെ വിഷയത്തിൽ സന്തോഷ് വർക്കി അല്ലെങ്കിൽ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു വ്യക്തി ഒരു യൂണിവേഴ്സിറ്റിയിൽ ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അതിൽ ഒരു കഴിവുമില്ലാത്ത 2-3 ആളുകളുണ്ട്. അലിൻ ജോസ് പെരേര, സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേര, AJP എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വാണമുണ്ട്. ഇവനെയൊക്കെയാണ് ആദ്യം പിടിച്ചകത്ത് കണ്ടത്. പബ്ലിക് ന്യൂസൻസ് ആണ്. ഈ ആറാട്ടണ്ണനും ആ കൂട്ടത്തിൽ വരുന്ന ആളായിരുന്നു. പക്ഷേ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയുടെ കുറേയൊക്കെ ഇൻ്റർവ്യൂസ് കണ്ടപ്പോഴും അയാളുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി അയാളൊരു വട്ടനൊന്നുമല്ല, അയാൾ നല്ല അറിവുള്ളൊരു വ്യക്തി തന്നെയാണ്. എന്നാൽ ഒരു കഴിവുമില്ലാത്ത കുറച്ചധികം ആളുകൾ ഈ കൂട്ടത്തിലുണ്ടെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ പറയുന്ന ആറാട്ടണ്ണൻ അയാൾ എന്ത് കാര്യമാണ് അയാൾ ഈ സോഷ്യൽ മീഡിയ വന്നിരുന്ന് പറഞ്ഞതെന്നറിയില്ല. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് ആറാട്ടണ്ണൻ്റെ ഒരു വീഡിയോ. ഇപ്പം ആറാട്ടണ്ണൻ എവിടെയെങ്കിലും പോയിട്ടൊരു സിനിമ നടിയെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തില്ലെങ്കിൽ ഈവനിങ് ആറാട്ടണ്ണൻ വന്നിട്ട് ലൈവ് പോകും. ഇന്ന് എനിക്ക് കൈതാന്നില്ല, ഇന്ന് വളരെ ഷഷ്കിയാണ്, കാണാൻ നല്ല ഗ്ലാമറസാണ്, ക്യൂട്ടാണ്, എനിക്ക് ക്രഷ് അടിച്ചു, എനിക്ക് ഒരുപാട് ഇഷ്ടമായ കുട്ടിയാണ്, നല്ലതാണ്, നല്ല ലാലട്ടിൻ്റെ അഭിനയം മോശമാണ്, അവിടെ കണ്ട ആളുകളൊന്നും വലിയ നല്ല ആളുകളല്ല, എല്ലാവരും മോശമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലൈവ് വരും. അപ്പോൾ ലൈവ് വരുമ്പോൾ അണ്ണൻ കണ്ണാടിയൊക്കെ ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് കണ്ടില്ല വളരെ മോശമാണ്, അത് അവർ ചെയ്യേണ്ടത് മോശമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ ആ ഒരു വ്യക്തി എനിക്ക് ആദ്യം കാണുമ്പം ഒരുപാട് മടുപ്പായിരുന്നു. അതേപോലെ തന്നെ എന്നെ ഇപ്പം മറ്റുള്ളവർ കാണുന്ന പോലെ തന്നെ എനിക്ക് അധികം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇയാൾ എന്തൊക്കെയോ വന്നിരുന്ന് കാണിക്കുന്നു, ഇയാൾ ഈ പറയുന്ന ഒരു കോമാളി വേഷം കെട്ടിക്കൊണ്ട് നടക്കുന്നു എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. എന്തൊരു കോമാളിയാണെന്നൊക്കെയാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ആയി തീരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന കുറച്ചധികം ആളുകൾ. അപ്പം ഞാൻ കൂട്ടത്തിലൊക്കെ വരാം കേട്ടോ. അപ്പം കോമാളിയായിട്ട് ജീവിക്കാനായിട്ട് കുറേ അധികം ആളുകൾ ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ കുറച്ച് ആളുകൾ, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ അലിൻ ജോസ് പെരേര, കുറച്ച് കുമ്പിടി, കിംബോയി, അങ്ങനെയൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, അതിനിടയിൽ അറിവ് വിദ്യാഭ്യാസമുള്ള ഒരാളിനെ ഞാൻ കണ്ടത് ഈ പറയുന്ന ആറാട്ടണ്ണനെയാണ്. കിംബോയി എന്ന് പറയുന്ന വ്യക്തി അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വന്നതാണ്. അയാൾ നല്ല കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ്. ഒരു കഴിവില്ലാത്ത അലിൻ ജോസ് പെരേരയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിരന്തരം. വിനീത തിയേറ്റർ എന്ന് പറയുന്ന കൊച്ചിയിലൊരു തിയേറ്റർ, ആ തിയേറ്ററിലാണ് ഇവരെല്ലാവരും ഒത്തുകൂടുന്നത്. അങ്ങനെ ഇരുന്ന് ഇവരെല്ലാവരും ഒത്തുകൂടിക്കൊണ്ട് ഇവർ ഓരോ സിനിമ വരുമ്പോഴും ആ രൂപത്തിലേക്ക് ഇറങ്ങുക, ആ സിനിമയ്ക്ക് റിവ്യൂ കൊടുക്കുക, ആ സിനിമയുടെ റിവ്യൂവിൽ നിന്ന് അതിൽ കാശ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേ പ്രഹസനങ്ങൾ നടക്കുക. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ പറയുന്ന അലിൻ ജോസ് പെരേര, ഈ ആറാട്ടണ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ. അപ്പോൾ ഈ ആറാട്ടണ്ണൻ എന്ത് വിമർശനമാണ് നടത്തിയത്, എന്തിൻ്റെ പേരിലാണ് നടത്തിയതെന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. പക്ഷേ പോലീസുകാർ പറയുന്നതും മീഡിയയിൽ വരുന്നതും ആറാട്ടണ്ണൻ എന്തോ ഈ ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു, അങ്ങനെ എന്തോ വീഡിയോ ചെയ്ത് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ മോശമായ പരാമർശം നടത്തുന്നു എന്നൊക്കെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത നമുക്കൊന്ന് കണ്ടുപോക്കാം. ആറാട്ടണ്ണൻ അറസ്റ്റിൽ, എന്താണ് അതിൻ്റെ വാർത്ത എന്നുള്ളത് നമുക്കൊന്ന് കേട്ടുപോകാം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. സമൂഹ മാധ്യമങ്ങളിലൂടെ നടിമാരെ അപമാനിച്ചു എന്ന പരാതിയിൽ ബ്ലോഗർ സന്തോഷ് വർക്കി അറസ്റ്റിലായിരിക്കുന്നു. കൊച്ചി നോർത്ത് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. SS ശരണിന്റെ വിശദാംശങ്ങളുമായി. ശരൺ, നിരവധി പരാതികളാണ് സന്തോഷ് വർക്കിക്കെതിരെ ഉണ്ടായിരുന്നത്. ഇയാളിപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്, എന്താണ് വിശദാംശങ്ങൾ? വിനീത, BNS 75 പ്രകാരമാണ് കേസെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇന്നലെയാണ് ഇത്തരത്തിലൊരു പരാതി നടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതായത് സമൂഹ മാധ്യമങ്ങളുടെ നടിമാരെ അപമാനിക്കുന്ന വിധത്തിലുള്ള പരാമർശം സന്തോഷ് വർക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതായിരുന്നു പരാതി. അത് സമൂഹ മാധ്യമങ്ങളിൽ അത്തരത്തിൽ വലിയ വിവാദമായതോടുകൂടി തന്നെ പരാതിയുമായി നടി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് ഈ പരാതി നോർത്ത് പോലീസിൽ കൈമാറുകയും നോർത്ത് പോലീസാണ് ഇപ്പോൾ സന്തോഷ് വർക്കി, വ്ളോഗറായ സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. BNS 75 സ്ത്രീത്വത്തെ അവമാനിച്ചതിനുള്ള വകുപ്പാണ് സന്തോഷ് വർക്കിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുമെന്നുള്ളതാണ്. എന്തായാലും വേഗത്തിൽ തന്നെ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പരാതി വന്നതിന് പിന്നാലെ തന്നെ സന്തോഷ് വർക്കിയെ വേഗത്തിൽ കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയാണ് പോലീസ് ചെയ്തിരിക്കുന്നത്. ഇനി മീഡിയ വണ്ണിൽ ഒരു വാർത്ത വന്നിട്ടുണ്ട്. യൂട്യൂബർ ആറാട്ടണ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു ദൃശ്യം കൂടിയുണ്ട്. ഞാൻ അതോടൊന്ന് പ്ലേ ചെയ്യാം.
കണ്ടില്ലേ, ആ ന്യൂസിലൊക്കെ പറയുന്നുണ്ട് വളരെ വേഗത്തിലുള്ള ഒരു ആക്ഷനാണ് പോലീസുകാരെടുത്തതെന്നുള്ളത്. എന്തിനാണ് ഈ ഒരു ഇത്രയും അമിത വേഗത്തിലൊരു ആക്ഷൻ എടുക്കുന്നത്? ഇത്രയും അമിത വേഗത്തിൽ ആക്ഷൻ എടുക്കുന്ന ഒരു പോലീസുകാരെ നമ്മൾ ഇതിനു മുൻപൊന്നും കണ്ടിട്ടില്ല. ഷഹബാസിൻ്റെ വിഷയമുണ്ട്, അതേപോലെ ഒരുപാട് വിഷയം. ഈ നമ്മുടെ ഈ റീസെൻ്റ്ലി നടന്ന ഷൈൻ ടോം ചാക്കോ, അത് സിനിമാ രംഗത്ത് നടന്നൊരു വിഷയമാണ്. അതിൽ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറഞ്ഞപ്പോഴും, അതിൽ ഷൈൻ ടോം ചാക്കോ വെളുത്തൊരു പൊടി ഇങ്ങനെ തുപ്പുന്നത് കണ്ടു എന്ന് പറഞ്ഞപ്പോഴും, അതിനെതിരെ വേറൊരു നടി കൂടി രംഗത്ത് വന്നപ്പോഴും, അപ്പോഴെല്ലാം മൗനം പാലിച്ചിരുന്ന നമ്മുടെ പോലീസ് തന്നെയാണ് അവിടെ അതും കൊച്ചിയിലുള്ള പോലീസ് തന്നെയാണ് കേട്ടോ, വേറെ എങ്ങുമല്ല. അത് ട്രിവാൻഡ്രത്തോ പത്തനംതിട്ടയിലോ കൊല്ലത്തോ ഒന്നുമല്ല, അതും കൊച്ചിയിലുള്ള പോലീസ് തന്നെയാണ് ചെയ്തത്. അന്ന് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോൾ കണ്ണടച്ചുകൊണ്ട് മുഴുവനും ഇരുട്ടാണെന്ന് പറഞ്ഞ പോലീസുകാർ പിന്നീട് ഷൈൻ ടോം ചാക്കോ വന്നപ്പോൾ വൻ വരവേൽപ്പൊക്കെ കൊടുത്തുകൊണ്ട് നല്ല രീതിയിലൊക്കെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി. പിന്നീട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തെളിവുകളില്ല എന്ന് പറഞ്ഞു. അങ്ങനെ തെളിവുകളില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഷൈൻ ടോം ചാക്കോയെ ജാമ്യത്തിൽ വിട്ടു. ഇപ്പോൾ ഷൈൻ്റെ കേസ് എന്തായെന്ന് പോലും അറിയില്ല. ആ കേസിനെതിരെ പിന്നീട് കൂടെ അഭിനയിച്ച ഒരു യുവ നടി കൂടി ഒരു പരാതിയുമായിട്ട് രംഗത്തേക്ക് വന്നപ്പോഴും അതിനെതിരെയും നടപടികളൊന്നുമില്ല. അതേസമയം ഒരു അയ്യോ പാവത്തിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തോ വലിയ സംഭവം ചെയ്തു, ഞങ്ങൾ വലിയൊരു നീതി നേടിക്കൊടുക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്ന രീതിയിലുള്ള പോലീസുകാരോട് വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. അൾട്ടിമേറ്റ് പുച്ഛം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നാണമില്ലാത്ത വർഗ്ഗങ്ങൾ. കാരണം ഈ പറയുന്ന സന്തോഷ് വർക്കിയെ പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട്, അല്ലെങ്കിൽ ആറാട്ടണ്ണനെ പിടിച്ചുകൊണ്ട് പോയതുകൊണ്ട് എന്ത് കാര്യം നേടാൻ സാധിക്കും അവിടെ? ഇവരെ പോലെയുള്ള ആറാട്ടണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സാധാരണക്കാരനായിട്ടൊരു വ്യക്തിയാണ്. അയാളൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്ന് ആഗ്രഹത്തോടുകൂടി നടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആയിത്തീരാൻ പറ്റാത്തത് കൊണ്ട് അയാൾ സിനിമ കണ്ട് അയാളുടെ ജീവിതം അടിച്ചു പൊളിച്ച് തീർക്കുന്നു. അത് കണ്ടിട്ട് അസൂയപ്പെടുന്ന കുറേ അധികം ആളുകളുമുണ്ട്. ഇതിൽ ഇയാൾ വന്നിരുന്ന് പറയുന്ന ലൈവ് എന്ന് പറയുമ്പോൾ ഞാനും പലപ്പോഴും പല ലൈവുകളും കണ്ടിട്ടുണ്ട്. എനിക്കതിലൊന്നും അശ്ലീലമായിട്ടോ അല്ലെങ്കിൽ ലൈംഗിക ചുവയോട് കൂടിയോ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഇയാൾ പറയുന്ന പല വീഡിയോയിലും കണ്ടിട്ട് ഈ പറയുന്ന നടിമാരെ കണ്ടിട്ട് പറയുന്നത് കാണാൻ ക്യൂട്ടാണ്, ഗ്ലാമറസ് ആണ്, സെക്സിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് അയാൾ പറയുന്നത്. അതിനെ ലൈംഗിക ചുവയോടുകൂടി പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നാളും ഞാൻ കണ്ട ലൈവിലൊന്നും, ഞാൻ എല്ലാ ലൈവൊന്നും കാണാറില്ല, എന്നാൽ കാണുന്ന ചില ലൈവുകളിലൊന്നും ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു ലൈംഗിക ചുവയോട് കൂടിയുള്ള കാര്യങ്ങൾ കണ്ടിട്ടില്ല. ഈ സിനിമാ നടിമാർ, ഈ പരാതി കൊടുത്ത സിനിമാ നടിമാർക്ക് ഈ സിനിമാ രംഗത്ത് അവർക്കെതിരെ എന്ത് അതിക്രമം വന്നാലും അല്ലെങ്കിൽ അവരെ ആരെങ്കിലും ഈ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്താലും അപ്പോഴൊന്നും പ്രതികരിക്കാത്ത ഈ സിനിമാ നടിമാർ തന്നെയാണ് ഈ പറയുന്ന ഒന്നുമല്ലാത്ത ഏതെങ്കിലുമൊക്കെ ഒരു പാവങ്ങൾ, അത് തങ്ങളോടുള്ള ആരാധന കൊണ്ടോ അല്ലെങ്കിൽ തങ്ങളോടുള്ള ഒരു അടുപ്പം കൊണ്ടോ ആ അടുപ്പം വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നത് കൊണ്ടോ അവരെ കരിവാരി തേക്കാനായിട്ട് അല്ലെങ്കിൽ അവർ മോശമാണെന്ന് സമൂഹത്തിൽ ചിത്രീകരിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ തങ്ങളോടൊപ്പം നിൽക്കാനുള്ള യോഗ്യത അവർക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിൻ്റെ പക്ഷം ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു നാടകം, ഒരു പോരാട്ട നാടകം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മുന്തിയ ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ വലിയ ആളുകളാണ്, ഞങ്ങൾക്ക് വലിയ ചാൻസസ് കിട്ടും, ഇനി സിനിമയിൽ ചാൻസ് കിട്ടും. ഈ സന്തോഷ് വർക്കിയൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെയൊക്കെ അടുപ്പിച്ചേർത്തേണ്ട ആവശ്യം എന്താണ്? അവനെ കൊണ്ട് എന്ത് ഗുണമാണ് നമുക്കുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇന്ന് ഈ സിനിമയിലുള്ളത്. അങ്ങനെയുള്ളവരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാൻ ആർക്കും പറ്റില്ലല്ലോ. അപ്പോൾ ഈ സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് എന്ത് വലിയ കാര്യം നേടാൻ സാധിച്ചു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ അതിന് ഇത്രയും വേഗത്തിൽ നടപടിയെടുത്ത പോലീസുകാർ എന്തുകൊണ്ട് ഈ ഷൈൻ ടോം ചാക്കോയുടെ വിഷയത്തിൽ ഇങ്ങനെ പതിയെ ആമ പോകുന്ന പോലെ എഴഞ്ഞു? അതും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അന്ന് ഷൈൻ ടോം ചാക്കോയുടെ വിഷയം വന്നപ്പോൾ ഷൈൻ എവിടെ പോയെന്ന് പോലും പോലീസുകാർക്ക് അറിയില്ല, ക്യാമറ പോലും ചെക്ക് ചെയ്യുന്നതായിട്ട് കണ്ടില്ല, ഒരു ഇനിഷ്യേറ്റീവ് അതിനുവേണ്ടി കണ്ടിട്ടില്ല. പക്ഷെ അതേസമയം ആരും ഇറക്കാൻ വരില്ല എന്ന് ഉറപ്പുള്ള അല്ലെങ്കിൽ ആരും ചോദിക്കാൻ പുറകെ വരില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയായിട്ടുള്ള ആറാട്ടണ്ണനെ പിടിക്കുമ്പോൾ പോലീസിന് ഭയങ്കര ധൈര്യമാണ്. ഞങ്ങൾക്ക് ഇവനെ പിടിക്കാം, ഞങ്ങൾ നീതി നടപ്പിലാക്കി കൊടുത്തിരിക്കും, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു അതിക്രമവും ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല, നമ്മുടെ സർക്കാർ പറയുന്ന പോലെ ഞങ്ങളും അതിനൊപ്പം തന്നെ കാണുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള പോലീസിന്റെ പ്രവർത്തനം, പോലീസിന്റെ ഈ രീതിയിലുള്ള ഇടപെടൽ നല്ലത് തന്നെയാണ്. ഞാൻ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇനിയും ഇങ്ങനത്തെ ഇടപെടലുകൾ വേണമെന്ന് ഞാൻ പറയുകയാണ്. ഇനിയും ഇതുപോലത്തെ ഇടപെടലുകൾ വേണമെന്ന് ഞാൻ പറയുകയാണ്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഈ ഇടപെടലുകൾ വേണം. അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പരാതി കൊടുത്തതിൻ്റെ പേരിൽ സന്തോഷ് വർക്കിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനു മുൻപ് ഒരുപാട് പരാതി കൊടുത്ത വ്യക്തിയൊക്കെ തന്നെയാണ് ഈ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്ന് പരാതി തരുന്ന ആളുകളാണ്. ഇതിനു മുൻപുള്ള വിഷയങ്ങളിലും പല പ്രമുഖരുടെയും പേരുകൾ ഈ പറയുന്ന നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴും അതിലെല്ലാം വന്നപ്പോഴും അന്നൊന്നും ഒരു ആക്ഷനും എടുക്കാത്ത പോലീസുകാരെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തിൻ്റെ പേരിൽ ഈ ആക്ഷൻ എടുത്തു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തോ വലിയൊരു കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്താണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും സന്തോഷ് വർക്കി എന്ന് പറയുന്ന വ്യക്തി അയാൾ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അയാൾ ഈ പറയുന്ന റിയൽ ലൈഫിൽ അയാൾ ഒരു തോൽവിയെ പോലെയൊക്കെയാണ് അയാൾ നടക്കുന്നത്. പക്ഷേ അത് അവരുടെ ലൈഫാണ്, അവരുടെ ലൈഫ് അവരാണ് വേണ്ട രീതിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നത്. പക്ഷേ ഇതിനിടയിൽ പബ്ലിക് ന്യൂസൻസ് ആയിട്ടുള്ള ഏറ്റവും ശല്യമായിട്ടുള്ള അലിൻ ജോസ് പെരേര പോലെയുള്ള കുറച്ചധികം വാണങ്ങളുണ്ട്. ഇവന്മാരെ വേണം നിലയ്ക്ക് നിർത്താൻ. ഈ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും അതിൻ്റെ വേഷം കെട്ടിക്കൊണ്ട് വരുന്ന വേറൊരു വാണം,
ഇങ്ങനെ കുറേമാരുണ്ട്. ഇവന്മാരെ ആദ്യം നിലയ്ക്ക് നിർത്തുക. ഈ ആറാട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല അറിവും വിദ്യാഭ്യാസവും ഉള്ളതാണ്. അയാളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. അതിന് ഈ പറയുന്ന അറസ്റ്റ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ളൊരു പ്രഹസനത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റായി അറിയിക്കുക കേട്ടോ.